പത്മകുമാറിനെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ നീക്കം എന്തുകൊണ്ടാണ് പോലീസ് വിളിച്ചിട്ട് വരാത്തത്? ശബരിമല കടത്തിക്കൊണ്ടുപോയതിൻ്റെ ഒറിജിനൽ ഇന്ത്യക്ക് വെളിയിൽ പോയിട്ടുണ്ട്, അതിന് പണം വന്നിട്ടുണ്ട് എങ്കിൽ അത് ED അന്വേഷിക്കും. ചൊവ്വാഴ്ച മിക്കവാറും പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യും. ചൊവ്വാഴ്ച തന്നെ ആ അറസ്റ്റോട് കൂടി തന്നെ ജയശ്രീയെ അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത. ഇതുവരെ അറസ്റ്റ് വാസു വരെ നിന്നു. ഇനി അതിനകത്ത് അറസ്റ്റ് ചെയ്യാൻ പത്മകുമാർ പല പ്രാവശ്യം വിളിച്ചിട്ട് ഹാജരായില്ല. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ തന്നെ ആരും വിളിച്ചില്ല. തൻ്റെ വീട്ടില് കുടുംബത്തിലൊരു മരണം ഉണ്ടായി, അതിൻ്റെ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് എന്ന് പോലീസിനറിയാം. എന്തായാലും ആ ചടങ്ങെല്ലാം കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യേണ്ട സമയമാണ്. ചോദ്യം ചെയ്ത് കഴിയുമ്പം അദ്ദേഹത്തിനെതിരായിട്ടുള്ള എവിഡൻസുകൾ മറ്റു പ്രതികൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ച എവിഡൻസും അദ്ദേഹത്തിനെതിരായിട്ടുണ്ട്. അത് വെച്ച് ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യും. വാസുവിനെ ആ സമയത്ത് കസ്റ്റഡിയിലെടുക്കും. പത്മകുമാറിനെയും ആ സമയത്ത് ചോദ്യം ചെയ്യും. ആ അറസ്റ്റ് ഉടനെ ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ജയശ്രീ എന്ന ഒരു ലേഡി, അവർക്ക് വൃക്കയ്ക്ക് നേരത്തെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അവര് ജാമ്യത്തിന് പോയി എങ്കിലും ലോവർ കോടതി കിട്ടിയില്ല. ഹൈക്കോടതി ആദ്യം കൊടുത്തപ്പം അത് തള്ളിക്കളഞ്ഞു. നിങ്ങൾ നേരിട്ട് ഹൈക്കോടതിയിലല്ല വരേണ്ടത്, താഴത്തെ കോടതിയിൽ പോകണം. താഴത്തെ കോടതിയിൽ പോയി അവിടെ അവരുടെ ജാമ്യം തള്ളി. ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട്. അവരുടെ ശാരീരിക അവശതയും ഒക്കെ കൊണ്ട് പരിഗണിച്ച് അറസ്റ്റിൽ നിന്ന് അവരെ ഒഴിവാക്കാൻ പറ്റില്ല. അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കി പോലീസ് കസ്റ്റഡിയിലും പോകും. അവർക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കും. 2-3 ദിവസം പോലീസ് കസ്റ്റഡിയിൽ അവരെ ചോദ്യം ചെയ്യും. അതിനുശേഷം അവർക്ക് ജാമ്യം കൊടുക്കുന്നതിന് പോലീസിന് എതിർപ്പുണ്ടാകാൻ സാധ്യത കുറവാണ്. ഹൈക്കോടതി അത്ര അവശതയായ ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കോടതി കണ്ടീഷൻ ജാമ്യം അനുവദിക്കും. പോലീസ് വിളിച്ചാൽ എപ്പം വേണേലും പോകണം, അതിന് തയ്യാറാകണം, പോലീസിനോട് സഹകരിക്കണം. ആ കണ്ടീഷൻ സുഖമില്ലാത്ത സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് വീട്ടിൽ തന്നെ കാണണം, വേറെ എങ്ങും വിട്ടു പോകാനൊക്കില്ല. അവരുടെ പാസ്പോർട്ടും മറ്റത് സറണ്ടർ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ കണ്ടീഷൻ വെച്ചിട്ട് കണ്ടീഷൻ ബെയിൽ കൊടുക്കും. പോലീസിന് ഏത് സമയം വേണമെങ്കിലും അവരെ ചോദ്യം ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ജാമ്യം കൊടുക്കുന്നതിന് SITക്കോ അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോ അവർക്ക് തടസ്സം ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നത്. കാരണം അവർ സിക്കാണെങ്കിൽ തീർച്ചയായിട്ടും ബെയിൽ കൊടുക്കുന്നത് നല്ലത്. അവരെ സബ് ജയിലിലിടുന്നത് അപകടം വരുത്തി വെക്കും. അതുകൊണ്ട് അവരെ ആ ഡിമാൻഡ് കോടതി അംഗീകരിക്കും സബ്സിക്വൻ്റ് ആയിട്ട്. എങ്കിലും അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയില്ല. അറസ്റ്റ് ഒഴിച്ച് കസ്റ്റഡിയിൽ വെക്കും 2-3 ദിവസം. അത് കോടതിയുടെ അനുവാദത്തോടു കൂടി കസ്റ്റഡിയിൽ വെക്കും. അതുകൊണ്ട് കോടതി ചിലപ്പം അവരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ കസ്റ്റഡി കൊടുത്തേക്കും, സബ് ജയിലിലേക്ക് അയക്കാതെ. അവരെ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് പോലീസിനോട് സഹകരിക്കണം എന്നൊരു കണ്ടീഷൻ മാത്രം വെക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ റോള് എത്രത്തോളം ഉണ്ടെന്ന് പോലീസിന് ഇപ്പോൾ SITക്ക് ഇപ്പോൾ അറിയാം. അതുകൊണ്ട് അവരുടെ അറസ്റ്റിനോടൊപ്പം തന്നെ അവരുടെ റിമാൻഡ് റിക്വസ്റ്റ് ജാമ്യം കൊടുത്താലും ജാമ്യം കൊടുക്കുന്നതിന് എതിർപ്പില്ല എന്ന് SIT പറയും എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാര്യം, ഈ പല പ്രാവശ്യം ആവശ്യപ്പെട്ട് പത്മകുമാർ വരാത്തതുകൊണ്ട് പത്മകുമാറിനെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ നീക്കം എന്തുകൊണ്ടാണ് പോലീസ് വിളിച്ചിട്ട് വരാത്തത്? അപ്പോൾ അതിന് പ്രത്യേക റീസണിങ് ഉണ്ടാവും. എന്തായാലും ചോദ്യം ചെയ്യണം. അതിനു മുമ്പ് വാസുവിനെ പോലീസ് കസ്റ്റഡി വാങ്ങണം. വാസുവിനെ കസ്റ്റഡി കിട്ടിയ ശേഷം പത്മകുമാറിനെ ചോദ്യം ചെയ്യുള്ളൂ. അതുകൊണ്ട് തിങ്കളാഴ്ച വാസുവിനെ കസ്റ്റഡി കിട്ടും എന്നാണ് കരുതുന്നത്. ചൊവ്വാഴ്ച മിക്കവാറും പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യും. ചൊവ്വാഴ്ച തന്നെ ആ അറസ്റ്റോട് കൂടി തന്നെ ജയശ്രീയെ അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത. പിന്നെ ആ ആദ്യത്തെ കേസിനെ സംബന്ധിച്ചിടത്തോളം 3-4 പേരൂടെ ഉണ്ട് സ്റ്റാഫായിട്ട്, ജീവനക്കാരായിട്ട്. അവരെ തുടർച്ചയായിട്ട് അവരെ വിളിച്ചു വരുത്തി അറസ്റ്റിൽ ഉൾപ്പെടുത്തും. അതുകൊണ്ട് ശബരിമല കേസിനകത്ത് ഹൈക്കോടതി നിരീക്ഷിച്ച ആ പീരീഡിലെ തട്ടിപ്പും വെട്ടിപ്പും മോഷണവും എല്ലാം
ഏകദേശം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് 4 ആഴ്ചക്കുള്ളിൽ അത്രയും പേരുടെ പേരിൽ കുറ്റച്ചാർജ് കൊടുക്കും. അതേ സമയത്ത് ഇതിനകത്ത് മറ്റു പല കുറ്റങ്ങളും കടന്നു വന്നിട്ടുണ്ട്. ജീവനക്കാർ പലരും അവർക്ക് പണം കിട്ടിയിട്ടുണ്ട്. അത് PC ആക്ടിൻ്റെ പരിധി വരും. അതുകൊണ്ട് വിജിലൻസ് രംഗത്ത് വരും. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് പല രൂപങ്ങൾ അല്ലെങ്കിൽ ഒറിജിനൽ ശബരിമല എന്ന് കടത്തിക്കൊണ്ടുപോയതിൻ്റെ ഒറിജിനൽ ഇന്ത്യക്ക് വെളിയിൽ പോയിട്ടുണ്ട്, അതിന് പണം വന്നിട്ടുണ്ട് എങ്കിൽ അത് ED അന്വേഷിക്കും. ED അന്വേഷിക്കാനായിട്ട് അവരൊരു FIRൻ്റെ കോപ്പി റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ചോദിച്ചപ്പം കൊടുത്തില്ല. മറ്റൊരു അന്വേഷണം പാരലായിട്ട് വേണ്ട എന്നാണ് കോടതിയുടെ അഭിപ്രായം. ഏതായാലും ഇപ്പോൾ ഹൈക്കോടതിയിൽ അവർ പോയിട്ടുണ്ട്. ഹൈക്കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ച് മിക്കവാറും FIR ലഭിക്കും. ഇതിനകത്ത് ഈ ദാരുവാല ശില്പത്തിന് അല്ലെങ്കിൽ കട്ടളപ്പടി അല്ലെങ്കിൽ വാതിൽ അതിൻ്റെ ഒറിജിനൽ ഇവിടെ നിന്ന് കടത്തി ഇന്ത്യക്ക് വെളിയിൽ പോയിട്ടുണ്ടെങ്കിൽ ED വന്നേ പറ്റൂ. ആ സോഴ്സ് മുഴുവൻ ED കണ്ടുപിടിക്കും. അതിൽ വന്ന പണം വിദേശത്തു നിന്ന് വന്ന് ഏത് അക്കൗണ്ടിൽ വന്നു അവർ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ ED അന്വേഷിക്കും. അതേപോലെ തന്നെ ശബരിമലയിലെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പ്രശാന്ത്, അദ്ദേഹത്തിൻ്റെ അറസ്റ്റിലേക്ക് നീങ്ങും കാര്യങ്ങൾ. കാരണം അദ്ദേഹം ഉള്ള സമയത്തും അവസാന കാലഘട്ടത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നു. അദ്ദേഹം പറഞ്ഞനുസരിച്ച് ശബരിമലയിലെ വാതിൽപ്പടിയും അതുപോലെ വാതിലൊന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിച്ചില്ല, നേരിട്ട് ചെന്നൈ കൊണ്ടുപോയി തിരികെ കൊണ്ടുവന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ശബരിമലയിലെ ഒരു സാധനവും ഏത് പ്രസിഡൻ്റായാലും ശരി വെളിയിൽ കൊണ്ടുപോകാനുള്ള അനുമതിയില്ല. അത് വെളിയിൽ കൊണ്ടുപോയിരിക്കുന്നു. അത് മറ്റുള്ളതൊക്കെ പോറ്റി വഴി പോയെങ്കിലും ഇതിങ്ങനെ പ്രശാന്ത് നേരിട്ടാണ് പോയത്. നേരിട്ട് കൊണ്ടുപോയി കൊടുത്തു, ഇവിടുന്ന് ആൾക്കാരെ അയച്ചു. ആ സമയത്ത് അവിടെ പോയ ഒരാൾ പറഞ്ഞു ഇതൊരു തട്ടിപ്പാണ്, ഇത് നമുക്ക് ശബരിമലയിലെ വസ്തുക്കൾ നഷ്ടപ്പെടും എന്നൊരു റിപ്പോർട്ട് അവസാനത്തെ പ്രസിഡന്റ് പ്രശാന്തിന് കൊടുത്തെങ്കിലും അത് പോലീസിൽ അറിയിക്കുകയോ അതിന് നടപടി എടുക്കുകയോ പ്രശാന്ത് ചെയ്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രശാന്തിനെയും ഈ കേസിലിട്ട് അറസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അന്വേഷണം പൂർത്തിയാക്കുകയുള്ളൂ. അതിനുശേഷം വേറെ FIR ഹൈക്കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ച് വരും. അതിലേക്ക് വിപുലമായ അന്വേഷണം. അതിനകത്ത് ദാരുവാല ശില്പത്തിലെ മാത്രമല്ല ശബരിമലയിൽ വന്ന മൊത്തം വരുമാനത്തിൻ്റെ എത്ര ഭാഗം ഇപ്പോൾ അവിടെ ഉണ്ട്, എത്ര ഭാഗം തട്ടിച്ചുകൊണ്ട് പോയി, അങ്ങനെയുള്ള കണക്കുകളുടെ പുറത്ത് വരും. അതുകൊണ്ട് അന്വേഷണം 1-2 വർഷം കൂടെ നീളും എന്നാണ് ഞാൻ കരുതുന്നത്.